മെട്രോണ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. 1 കൊരിന്ത്യർ 13:1 മുതൽ 6 വരെയാണ് നമ്മൾ സംസാരിച്ചത്. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. തുടർമാനമായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം പൊറുക്കുന്നു, സ്നേഹം എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. മറ്റുള്ളവരുടെ തെറ്റുകൾ പരസ്യപ്പെടുത്താതെ മറയ്ക്കുന്ന സ്നേഹം. ഇതിനെല്ലാം പുതിയ നിയമത്തിലെ ഒരുപാട് വാക്യങ്ങൾ റെഫറൻസ് ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കാരണം നമ്മൾ അത്രയും ഡീറ്റെയിലായിട്ട് അത് പഠിക്കാനായിട്ട് ചിന്തിക്കുന്നില്ല. സ്നേഹം നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സഹിക്കുകയാണ്. എല്ലാം സഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. എന്നുവെച്ചാൽ മറ്റുള്ള ഒരാൾ കബളിക്കപ്പെടുവാൻ തക്കവണ്ണം കേൾക്കുന്നതെല്ലാം വിശ്വസിക്കുക എന്നല്ല, ഒരിക്കലും വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. സ്നേഹിക്കുന്നവരുടെ വാക്ക് അവരുടെ നന്മയെ കരുതി വിശ്വസിക്കുക. ചില സമയങ്ങളിൽ കളിപ്പ് പറ്റിപ്പോവാം, അതിനുള്ള സാധ്യതകളുമുണ്ട്. എല്ലാം പ്രത്യാശിക്കുന്നു എന്നുവെച്ചാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ഒരു ശുഭമായിട്ട് എല്ലാം നന്നായി നടക്കുമെന്ന് നമ്മൾ പ്രത്യാശിക്കുക. ഒരിക്കലും പ്രത്യാശ നഷ്ടപ്പെടുന്നില്ല. ഈ വേദശാസ്ത്രജ്ഞന്മാരിൽ മഹാനായിരുന്ന ആഡം ക്ലർക്കിനെ കുറിച്ചൊരു സ്റ്റോറിയല്ല, സംഭവം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സ്കൂളിലെ അയാളൊരു മന്ദബുദ്ധിയെ പോലെയായിരുന്നു. ഒരു ദിവസം ഒരു ഇമ്പോർട്ടൻ്റായിട്ട് പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ ആ സ്കൂൾ സന്ദർശിച്ചു. അധ്യാപകൻ ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയുമ്പോഴേ ഈ ആഡം ക്ലർക്കിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ സ്കൂളിലെ ഏറ്റവും മൂഢനായ അല്ലെങ്കിൽ ഫൂളിഷായിട്ടുള്ളൊരു കുട്ടിയാണിത്. സ്കൂളിൽ നിന്ന് ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് അതിനെ പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല, അത്രയ്ക്ക് മോശമാണ്, ആ കുട്ടി ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല, ഒരു മന്ദബുദ്ധിയെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ മനുഷ്യന് ഒരു പ്രധാനപ്പെട്ട മനുഷ്യനായിരുന്നു. അദ്ദേഹം ഈ കുട്ടിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി ഇതൊന്നും സാരമില്ല, സ്നേഹത്തോടി പറഞ്ഞു, സാരമില്ല, നീ ഒരിക്കലൊരു മഹാപണ്ഡിതനാകും, നിരാശപ്പെടരുത്, കഠിനമായി അധ്വാനിക്കുക, പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ഈ കുട്ടിക്ക് ഈ പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള കാര്യം ഉള്ളിലോട്ട് പറഞ്ഞത് ആ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ കുട്ടി ആശയില്ലാതിരുന്ന കുട്ടി ആ ആശ അവൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രത്യാശ ഉള്ളവനായി അവനെ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇടവന്നായിട്ട് ഓർക്കുന്നു. അങ്ങനെ ഇപ്പോഴേ അദ്ദേഹം ഒരു വലിയ വേദശാസ്ത്ര പണ്ഡിതനായി തീർന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയിൽ പറയുന്ന കാര്യമാണ്. എല്ലാം സഹിക്കുന്നു. ഒരു പടയാളിയെ പോലെ സകലതും സഹിക്കുന്ന സ്നേഹം, സഹിച്ചു മുന്നേറുകയാണ്. സ്നേഹം ഭീരുത്വം കാണിക്കാതെ കർത്തവ്യം നിറവേറ്റുകയാണ്. അത് ശ്രദ്ധിക്കുക. വിശ്വാസി കഷ്ടത സഹിക്കുന്നത് പൗലോസിൻ്റെ ലേഖനം ഉടനീളം പറയുന്നല്ലോ. ഇതും അതുപോലെ തന്നെ ഈ സ്നേഹം എല്ലാം സഹിക്കുകയാണ്. യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങളിൽ പറയുന്ന ഇതാണ്: ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്നറിയും. അതുകൊണ്ട് സ്നേഹം യേശുക്രിസ്തു പഠിപ്പിച്ചതാണ്, യേശുക്രിസ്തു കാണിച്ചു തന്നാണ് ദൈവം സ്നേഹമാകുന്നുവെന്ന്. ഈ 8 മുതലുള്ള വാക്യങ്ങളിൽ സ്നേഹത്തിൻ്റെ മേന്മയും ശാശ്വതമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചും പറയുന്നുണ്ട്. ഇങ്ങനെയാണ് സ്നേഹത്തിൻ്റെ സ്വഭാവം. വേടിച്ച ശേഷം മറ്റെല്ലാ വരങ്ങളെക്കാളും ശ്രേഷ്ഠമുള്ളതാണ് സ്നേഹമെന്ന് അപ്പോസ്തലൻ പറയുകയും അത് ഈ ലോകത്തിന് ആവശ്യമുള്ളതാണ് ഈ സ്നേഹമെന്ന് പറയുകയും ചെയ്യാണ്. ഈ ലോകത്തിൽ മാത്രമല്ല, നിത്യതയോളം നിലനിൽക്കുന്ന ഒന്നാണ് സ്നേഹം. അവസാനത്തെ വാക്യത്തിൽ അതാണ്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. വിശ്വാസം എന്താണ്? നമ്മൾ കർത്താവിനെ പോലെ ആകും, അല്ലെങ്കിൽ കർത്താവിനെ പോലെ ആയിത്തീരുമെന്നുള്ളതാണ് വിശ്വാസം. പ്രത്യാശ കർത്താവ് വരുമെന്നുള്ളതാണ്. സ്നേഹം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ തീരുന്നതല്ല, എറ്റേണലായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ വരങ്ങൾക്കും
പ്രവൃത്തികൾക്കും മേന്മയുണ്ടാകുന്നത് സ്നേഹം മൂലമാണ്. സ്നേഹം അതിൽ തന്നെ വിലയുള്ളതാണ്. അത് വേറൊന്നിനും ക്ലബ് ചെയ്തില്ലെങ്കിലും സ്നേഹത്തിന് വിലയുണ്ട്. മേന്മയിൽ സ്നേഹം എല്ലാറ്റിനെയും അധികരിക്കുന്നു എന്ന് കാണുന്നു. സ്നേഹം അതുകൊണ്ട് ഒരു നാളും ഉതിർന്നു പോകുകയില്ല എന്ന് കാണുന്നു. ഉതിർന്നു പോകുക എന്ന് പറഞ്ഞാൽ വീഴുക എന്നുള്ള അർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് ഉതിർന്നു പോകുകയില്ല. സ്നേഹം ഒരു നാളും ഇല്ലാതെയാകുകയില്ല എന്ന് സ്ഥിരമായി നിലനിൽക്കുന്നു. ഉത്തമഗീതം 8:7 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അനവധി വെള്ളങ്ങൾ സ്നേഹത്തെ കെടുത്തിക്കളയുകയില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും മുതിർന്നു പോകത്തില്ല എന്നുള്ള ചിത്രമാണ് കാണുന്നത്. അതിന് താഴെ എഴുതിയിട്ടുണ്ട്: പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. ഇതെല്ലാം വരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. പ്രവചനപരം വന്നൂടെ, ഭാഷാപരം വന്നു, ജ്ഞാനം വന്നു. ഇതെല്ലാം തന്നെ നീങ്ങിപ്പോകും, നിന്നുപോകും എന്നുള്ള വാക്കുകളാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അതിൽ ഇത് വെച്ചിട്ട് ഇതെല്ലാം നീങ്ങിപ്പോയി, ഇപ്പോൾ ഈ പ്രവചനപരം ഇല്ല, ഭാഷാപരമില്ല, ജ്ഞാനമില്ല എന്നൊക്കെ ഉള്ള പഠിപ്പിക്കലുകളുണ്ട്. ഇത് അങ്ങനെ ആ ഒരു മീനിങ്ങിൽ ഇത് നമ്മൾ പഠിക്കാനായിട്ട് പറ്റുകയില്ല. ഇതൊന്നും നീങ്ങിപ്പോയിട്ടൊന്നുമില്ല. അതിൽ അവർ കോട്ട് ചെയ്യുന്നത് ഈ അടുത്ത വാക്യമാണ്: അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി തന്നെ പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഈ ഒരു വാക്യം പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. ഈ പൂർണ്ണമായത് എന്താണ്, അംശമായത് എന്താണെന്ന്. ഈ അംശമായതെന്ന് പറയുമ്പോൾ വി നോസ് ഓൺലി എ പാർട്ട്. പൂർണ്ണമായിട്ട് നമുക്കറിയത്തില്ല. പുതിയ നിയമ സത്യങ്ങൾ, പഴയ നിയമ സത്യങ്ങളെല്ലാം തന്നെ കൂടുതലും പുതിയ നിയമത്തിൽ കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായൊരു വെളിപ്പാട് പല കാര്യങ്ങളെക്കുറിച്ചും ആർക്കും അറിയത്തില്ല. നിങ്ങൾക്കും എനിക്കും ഒന്നും അറിയത്തില്ല. ഈ പൂർണ്ണമായതെല്ലാം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ഇവിടെ ഉണ്ട്. എന്നാൽ പൂർണ്ണമായത് എന്താണെന്ന് ചോദിച്ചാൽ ഇതുവരെയും വന്നിട്ടില്ല. ഈ അംശമായതിന് പൂർണ്ണതയുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് പൂർണ്ണത ഉണ്ട് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. ദൈവത്തിനെല്ലാം പൂർണ്ണമായിട്ടുള്ളതാണ്. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. കുറേ കാര്യങ്ങൾ നമുക്കറിയാം, അത് നമ്മൾ പ്രവചിക്കുന്നു. ശരിയല്ലേ? ഇപ്പോൾ ഒരു പ്രവചനം എല്ലാം തന്നെ ശരിയാവുന്നതല്ല. ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് പ്രവചിക്കാൻ പറ്റുള്ളൂ. പുതിയ നിയമ സത്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തി നമുക്ക് രേഖപ്പെടുത്തി ഇതുവരെയും അത് പൂർണ്ണമായിട്ട് തന്നിട്ടില്ല എന്നാണ്. ദൈവവചനം പൂർണ്ണമാണ്, എന്നാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെട്ട് വരാനുണ്ട്. പൂർണ്ണമായത് വരും. അല്ല, പൂർണ്ണമായത് എന്ന് പറയുന്നതിനാൽ അംശമായതിൻ്റെ അംശമായതിന് പൂർണ്ണത ഉണ്ട് എന്ന് നമ്മൾ പറയാനായിട്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം എന്ന് ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള വെളിപ്പാടുകളൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിന് യാതൊരു കുറവുമില്ല, അല്ലേ? പൂർണ്ണമായത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത്, അത് പൂർത്തിയായത്. നമുക്കെന്തോ ആവശ്യമായത്, നമ്മളെ ഒരിക്കൽ പാപത്തിൻ്റെ കെട്ടില് പിണഞ്ഞിരുന്ന നമ്മളെ പിശാചിൻ്റെ പിടിയിലായി മരണയോഗ്യരായിരുന്ന നമ്മളെ ദൈവം വിടുവിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി, ദൈവത്തോടൊപ്പമാക്കി. അതോടുകൂടി നമ്മുടെ സാൽവേഷൻ പൂർണ്ണമായി, അത് പൂർത്തിയായി, അത് ഉറപ്പാണ്. അതാണ് ദൈവം നമുക്ക് ചെയ്തത്, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് ഇതുവരെ ഒന്നും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലല്ലോ. ഒന്നും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ആർക്കും അറിയാൻ പറ്റുന്നത്? ഭൂമിയുടെ കാര്യങ്ങൾ തന്നെ പോലും നമുക്ക് അറിയാൻ വയ്യ, പിന്നല്ലേ സ്വർഗത്തിലെ കാര്യം അറിയുന്നത്. അതുകൊണ്ട് പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവോടുകൂടിയാണ് സമ്പൂർണ്ണ വെളിപ്പാട് നമുക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ കർത്താവിൻ്റെ ശരീരം പോലൊരു ശരീരം,
നമ്മൾ പ്രാപിക്കും. ഇത് വേറെ രീതിയിൽ പറഞ്ഞാൽ നമുക്കൊരു ഗ്ലോറിഫൈഡ് ബോഡി വരുമ്പോഴേ ദൈവം ചിന്തിക്കുന്നത് പോലെയും ദൈവം പ്രവർത്തിക്കുന്നത് പോലെയും ദൈവം ആവത്തില്ല, അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അറിയാം. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ഇസ്രായേൽ മക്കളെ ചെങ്കടൽ പിളർന്ന് ഇപ്പുറത്ത് വന്നു. എങ്ങനെയായി ചെങ്കടൽ പിളർന്ന്? അവൻ വടി നീട്ടി ചെങ്കടൽ പിളർന്നു. അതെങ്ങനെയാണ്? അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂഫ് നിങ്ങൾക്കറിയാമോ? എങ്ങനെയാണ് അത് പിളർന്നത്? ഒരു കാറ്റടിച്ചപ്പോൾ എങ്ങനെയാണ് രണ്ടാൾ താണു പോകുന്ന ഒരു ചതുപ്പ് നിലം ഉണങ്ങിയ നിലമായി മാറിയത്? വല്ലതും അറിയാമോ? എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമോ? ആർക്കും അറിയത്തില്ല. എന്നാൽ നമുക്ക് അറിയാൻ പറ്റും. എപ്പോഴാ? മേളിൽ ചെല്ലുമ്പോൾ അറിയാം. അതായത് ഈ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളുടെ അറിവ് കർത്താവിൻ്റെ വരവിലാണ് പൂർണ്ണമാവുന്നത്. അത് അല്ല എന്ന് പഠിപ്പിക്കുന്ന ചില സഭകളുണ്ട്. ദൈവത്തിൻ്റെ വചനം വന്നപ്പോൾ എല്ലാം പൂർണ്ണമായി, അതുകൊണ്ട് മറ്റുള്ള സാധനങ്ങളെല്ലാം മാറിപ്പോയി എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കർത്താവിൻ്റെ വരവെങ്കിലാണ് നമ്മളെല്ലാം പൂർണ്ണരാകുന്നത്. അപൂർണരാണ് നമ്മളെല്ലാം. നമ്മൾ അന്നാണ് പൂർണ്ണരാകുന്നത്. അന്നേരം പൂർണ്ണമായ വരുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ നാം പൂർണ്ണമായത് വരുമ്പോൾ അംശമായ നീങ്ങിപ്പോവും. ഇനി അതിനകത്ത് അത് കുറച്ചുകൂടെ ക്ലിയറായിട്ട് അടുത്ത 2 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. 2 വാക്യങ്ങളിൽ ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനെ ഉള്ള ത്യജിച്ചു കളഞ്ഞു. ഒരു ഡിഗ്രിയിലേക്കുള്ള വളർച്ചയാണ് ഇവിടെ കാണുന്നത്. ജ്ഞാനത്തിൻ്റെ വർധനമല്ല ഈ പറയുന്നത്. ജ്ഞാനത്തിൻ്റെ ഒരു വർധനമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് നമ്മൾ കുറച്ചുകൂടി ശിശുവിൽ നിന്ന്, ശൈശവത്തിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി പുരുഷനായി മാറി എന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ച് ചെറു കുട്ടികളായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഒരു ഡിഗ്രി കൂടി കർത്താവിൽ വളർന്ന് അവനെ പോലെ ആയിത്തീരാൻ, അവൻ്റെ ക്യാരക്ടറിലേക്ക് വരുവാനായിട്ട് നമ്മൾ ആയിത്തീർന്നു എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ വരേണ്ടത്. അത് ശിശു ആയിട്ടുള്ളത് നമ്മൾ മെച്ചുറായി. ഇപ്പം നിങ്ങൾക്ക് പുരുഷനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കട്ടിയുള്ള ആഹാരം തിന്നാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ശിശുവിനുള്ളതെല്ലാം നിങ്ങൾ ത്യജിച്ചു കളഞ്ഞു. ഇപ്പം എല്ലാം ശിശുവിനുള്ളതെല്ലാം ത്യജിച്ചു കളഞ്ഞു. ഇപ്പോഴും കുഞ്ഞുങ്ങളെ പോലെയല്ല ഇരിക്കുന്നത്. ദൈവസത്യങ്ങളുടെ പൂർണ്ണ വെളിപ്പാട് ലഭിക്കുന്ന ഘട്ടം അത് നിങ്ങളുടെ ജീവിതങ്ങളിലായി. അതാണ് അവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ ഇപ്പോൾ ഉള്ള വെളിപ്പാട് എവിടെ നിന്നാണ് കിട്ടുന്നത്? ദൈവത്തിൻ്റെ വെളിപ്പാട് കിട്ടുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കണ്ണാടിയിൽ കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇവിടെ കുറച്ചും കൂടി ഒരു ഹയർ ഡിഗ്രിയാണ്. ഇപ്പോഴും നമ്മളെ തന്നെ കണ്ണാടിയിൽ കൂടി നമ്മൾ കാണുന്നു എന്ന് പറയുന്ന പോലെ അതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ കുറച്ചും കൂടി വ്യക്തമായി കാര്യങ്ങൾ അറിയും. ഇപ്പോൾ അംശമായി അറിയുന്നു, അപ്പോഴോ നാം അറിയപ്പെട്ടതുപോലെ അറിയും എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോഴോ അറിയപ്പെട്ടതുപോലെ അറിയുമെന്ന് പറയാം. നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ വരവോ കർത്താവിൻ്റെ വരവോടുകൂടി നമ്മൾ പൂർണ്ണമായിട്ട് കർത്താവിനെ പോലെ ആവും. അതായത് ഇതൊന്നും ആവശ്യമില്ല. ഏതാ ഈ പ്രവചനവും ഇതെല്ലാം മാറിപ്പോവും. ആ സമയത്ത് ഇതെല്ലാം മാറിപ്പോവും. ജ്ഞാനം ആവശ്യമില്ല, ഭാഷ ആവശ്യമില്ല, ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് കണ്ണാടിയിൽ കടമൊഴിവായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ അറിയും. പിന്നീട് അവസാനം പറയുന്നതാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഈ 3 കാര്യങ്ങളും ഇവിടെ നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അപ്പോഴേ വിശ്വാസവും പ്രത്യാശയും ഈ ലോകത്തിൽ നമ്മൾ ഇപ്പോഴും ജീവിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ കർത്താവ് വരുന്നവരെ ഇതുണ്ടാവും. അന്നേരം അത് കർത്താവ് വരുന്നവരെ വിശ്വാസം ഉണ്ടാവുമെങ്കിൽ, ആ വിശ്വാസത്തോട് ചേർന്ന് പ്രത്യാശ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അതിനോട് കാണും. പ്രവചനപരവും ഭാഷാപരവും എല്ലാം
നിലനിൽക്കുക തന്നെ ചെയ്യും. എന്നാൽ കർത്താവ് വന്നു കഴിയുമ്പോൾ പിന്നെ ഇതിനൊന്നും ആവശ്യമില്ല, എല്ലാം മാറിപ്പോവും. പിന്നെ ആകെ ഉള്ളത് എന്താണ്? സ്നേഹമാണ്. അതുകൊണ്ട് പൗലോസ് ഇവിടെ പറയുന്നത് ഈ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്ന ഒന്നായതുകൊണ്ട് നിങ്ങൾ ഈ സ്നേഹത്തിൽ ജീവിക്കണം എന്നാണ് പറയുന്നത്. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അതുകൊണ്ട് ഈ സ്നേഹം ഇന്നില്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഈസ് നത്തിങ്. ക്രിസ്ത്യാനിറ്റിയുടെ സത്ത് സ്നേഹമാണ്. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. 1 യോഹന്നാൻ 4:7. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. ദൈവം സ്നേഹം തന്നെയാണ്. 1 യോഹന്നാൻ 4:8. അതുകൊണ്ട് ദൈവത്തിലുള്ള സ്നേഹം, ഈ 3 ഗുണങ്ങളും നിലനിൽക്കുന്നതാണെങ്കിലും ഇവയിൽ പ്രാമുഖ്യം സ്നേഹമാണ്. അതായത് സ്നേഹത്തിലാണ് മറ്റ് 2 കാര്യങ്ങളും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. നാം സ്നേഹിക്കുന്നവരെ വിശ്വസിക്കണം. നാം സ്നേഹിക്കുന്നതിനായി പ്രത്യാശയോട് കാത്തിരിക്കുന്നു. സ്നേഹം ദൈവികമാണ്. വിശ്വാസവും പ്രത്യാശയും കർത്താവിൻ്റെ വരവിൽ നിന്നുപോയാലും സ്നേഹം പിന്നെയും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3ഉം ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ബൈബിളിൽ ഒരുപാടിടത്തുണ്ട്. എന്നാൽ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. റോമർ 5-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഈ പറയുന്നുണ്ട്. വിശ്വാസവും പ്രത്യാശയും സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. ഗലാത്യർ 5:6 വാക്യങ്ങൾ പറയുന്നു. കൊലോസ്യർ 13:4 പറയുന്നുണ്ട്. തെസ്സലോനിക്കർ 1:2-3 വാക്യങ്ങൾ പറയുന്നു. എബ്രായർ 6:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ എല്ലാം തന്നെ വിശ്വാസവും പ്രത്യാശയും സ്നേഹത്തെയും ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഇന്ന് ഈ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ലോകത്തിലെ സ്നേഹം എന്ന് പറഞ്ഞാൽ പോലും അതിനുപോലും കൊതിക്കുന്ന മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല എന്ന് കുഞ്ഞുങ്ങൾ, ഭാര്യയിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല എന്ന് ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല എന്ന് ഭാര്യ. അതുപോലെ പിതാക്കന്മാരിൽ പറയുന്നു, എൻ്റെ കുഞ്ഞുങ്ങളും കൊച്ചുമക്കളും ഒന്നും എന്നെ സ്നേഹിക്കുന്നില്ല. ഇന്ന് സ്നേഹം ശൂന്യമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ സ്നേഹത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ സ്നേഹം എങ്ങനെയാണ് പ്രദർശിപ്പിക്കുന്നത്? കൂട്ടുകാരന് തൻ്റെ ജീവനെ കൊടുക്കുന്നതിലും അധികം ഉള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ എന്ന് യേശു പറയുന്നു. യേശു പറയുന്നത് അനുസരിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് സ്നേഹം. അതിൽ ഈ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും, കോരിന്ത്യരെ, നിങ്ങൾക്ക് ഈ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും അന്യോന്യ സ്നേഹമില്ല എങ്കിൽ ഇതെല്ലാം വ്യർത്ഥമത്രേ എന്ന് പൗലോസ് പറഞ്ഞ് ഇവിടെ സ്ഥാപിക്കുകയാണ്. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ ഗ്രഹിച്ചു എന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ 2 എപ്പിസോഡിൽ സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. തീർച്ചയായും നമ്മുടെ ഇന്നത്തെ ചിന്തകളെ പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ സ്നേഹത്തെക്കുറിച്ച്, ഈ അഗപ്പെ ലവിനെക്കുറിച്ച് കഴിഞ്ഞ 2 എപ്പിസോഡിൽ ചിന്തിപ്പാനായിട്ട് ഞങ്ങളെ സഹായിച്ചോർത്ത് സ്തോത്രം. ഞങ്ങളെ നീ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമാണ്. ഈ സ്നേഹം ഞങ്ങൾ കൂടി പ്രദർശിക്കണം. അത് നീ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവമേ, അത് പ്രദർശിപ്പിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് എന്തൊക്കെ ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞാലും, ഞങ്ങൾ ഏതൊക്കെ രീതിയിലായി ലോകത്തിൽ ജീവിക്കുമെന്ന് പറഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ കർത്താവേ. കർത്താവെ, ഇന്ന് സ്നേഹിക്കാനായിട്ട് നീ പഠിപ്പിക്കണമേ. ഇന്ന് കുടുംബങ്ങൾ സ്നേഹമില്ലാതെ പോകുന്നു, കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കിട്ടാതെ പോകുന്നു, മാതാപിതാക്കൾ തമ്മിൽ അന്യോന്യ സ്നേഹമില്ല. എല്ലാം സെൽഫിഷ് നേച്ചറായിക്കൊണ്ട് സ്വസ്നേഹികളായി ജീവിക്കുന്ന, അന്ത്യകാലത്തിൻ്റെ ലക്ഷണത്തിൽ ജീവിക്കുന്ന ആൾക്കാരിന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സഹോദരവർഗത്തെ സ്നേഹിപ്പാൻ, അവരെ കർത്താവെ നിത്യമായ നരകത്തിൽ പോകുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന വലിയ ശുശ്രൂഷ ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് ഞങ്ങളെ തന്നെ അഹംഭാവത്തോട് ജീവിക്കുന്നവരായിട്ടല്ല, പിന്നെയോ കർത്താവെ ഈ നശിച്ചു പോകുന്ന, ഈ നിത്യനരകത്തിലേക്ക് പോകുന്ന ആളുകളെ സ്നേഹിച്ച് അവരെ പിടിച്ച് കയറ്റി കൊണ്ടുവരുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വലിയ സ്നേഹം, അവരുടെ ആത്മാക്കളുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങൾ ധാരാളമായിട്ട് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് ഉത്തരം തരുന്ന ദൈവമായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നിങ്ങളിത് തുടർമാനമായി വായിച്ച് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് 2-3 അധ്യായങ്ങളേ ഉള്ളൂ നമ്മുടെ ഇത് തീരാനായിട്ട്. 13 വരെ നമ്മൾ കവർ ചെയ്തു. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുക. നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനം ഉണ്ടാവും. നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ സ്നേഹത്തെക്കുറിച്ചൊക്കെയുള്ള എപ്പിസോഡ് മറ്റുള്ളവരൊക്കെ കേൾക്കട്ടെ, അവരൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ റിക്വസ്റ്റുകൾ, പ്രെയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.